കയറി വരുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടപ്രഥമനാണ് കേട്ടോ. ഇളക്കലായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ പിറന്നാളാണ്. അത് പ്രമാണിച്ച് അമ്മ രാവിലെ തന്നെ നല്ല ഉഗ്രൻ സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തുന്നതിന് മുന്നേ അമ്മ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പായസം വയ്ക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇളക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ചെയ്യേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം പാവം അമ്മ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് ബിജോട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനില്ലാത്തത് കൊണ്ട് പിന്നെ ചോറ് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അനിയത്തി ചെന്ന് ഇലയൊക്കെ നല്ല വാട്ടിയെടുത്ത് അതിനകത്ത് നല്ല ചൂട് ചമ്പാവരി ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഇലകൾ വാട്ടിയിട്ട് അതിനകത്താണ് ഓരോ കറികളായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. തോരൻ, അവിയൽ, ഇത് നമ്മുടെ ഉഴുന്നുവടയില്ലേ അതിട്ട വടക്കൂട്ട് കറി എന്ന് പറയും. നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് സദ്യയിൽ അത് അങ്ങനെ ഒരു കറി ഉണ്ട് കേട്ടോ. പിന്നെ ചോറിനകത്ത് തന്നെ അച്ചാർ വെച്ച് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ പൈനാപ്പിൾ കിച്ചടി, പിന്നെ ഒരു കുഞ്ഞു പാത്രത്തിൽ നമ്മുടെ വെള്ളരിക്ക കിച്ചടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കറികൾ വെച്ച ഇലകളെല്ലാം പൊതിഞ്ഞ് നമ്മുടെ വാഴയിലയിൽ വെച്ച് അത് മടക്കിയെടുത്തു കേട്ടോ. എന്നിട്ട് ഒഴിക്കാനായിട്ട് നമ്മുടെ പരിപ്പ് കറിയാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അങ്ങനെ നല്ല കുറുകുറാന്നിരിക്കുന്ന പരിപ്പ് കറി കേട്ടോ. അമ്മ വെക്കുന്നതെല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബിജുവിന് കൊണ്ടുപോകാനുള്ളത് പപ്പടം ഉൾപ്പെടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ സ്കൂളിലോട്ടാണ് പോയത് മക്കളെ വിളിക്കാനായിട്ട്. ഉച്ചയ്ക്ക് വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ സദ്യ എല്ലാം റെഡിയാക്കി ഇലയിൽ എല്ലാ കറികളും നിരത്തിയിട്ട് ആദ്യം പിറന്നാൾ കാരിയെ തന്നെ ഇരുത്തി കേട്ടോ. പിറന്നാൾ കാരിയും ഹസ്ബൻഡും 2 മക്കളുമായിട്ടിരുന്നു കേട്ടോ. 4 പേർക്ക് അതിലിരിക്കാൻ പറ്റത്തുള്ളൂ. വേറെ എക്സ്ട്രാ നമ്മൾ മാത്രമുള്ള ഒരു കുഞ്ഞു പിറന്നാൾ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നത് കേട്ടോ. സദ്യ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വികാരമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആദ്യം നല്ല ചമ്പാവരി ചോറ്, അതിനകത്ത് പരിപ്പൊഴിച്ച് അതിൻ്റെ അകത്ത് നമ്മൾ നെയ്യും കൂടെ ഒഴിച്ച് പപ്പടവും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ അയ്യോ, എനിക്ക് ഇപ്പോൾ വിചാരിക്കുമ്പോഴും വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഒരു സെക്ഷൻ. ആദ്യത്തെ സെക്ഷൻ ഇതാണ്, പരിപ്പും പപ്പടവും നെയ്യും ഒക്കെ കൂട്ടിക്കുഴച്ച് എല്ലാ കറികളും ഒക്കെ വെച്ചിട്ട് കഴിക്കുകയാണ് ആദ്യത്തെ സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് കുറച്ച് ചോറ് മാറ്റി വെച്ചേക്കും, അതിൽ സാമ്പാർ ഒഴിച്ചിട്ട് അത് കഴിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ. എല്ലാവർക്കും സദ്യ കഴിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ അടപ്രഥമൻ. അതിങ്ങനെ പഴവും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോൾ ചിലർ പപ്പടം കൂട്ടി കഴിക്കും കേട്ടോ. പക്ഷേ എനിക്ക് പഴം കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം. നിറയെ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയല്ല. അമ്മയ്ക്ക് എങ്ങനെ ഇവിടുത്തെ ഈ കൈപ്പുണ്യം കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ അമ്മ അടിപൊളിയായിട്ട് എല്ലാം വെക്കും കേട്ടോ. അങ്ങനെ അതങ്ങനെ കൂട്ടി കുഴച്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ സ്പെഷ്യൽ സാധനം ബോളി വിത്ത് പാൽപ്പായസം. പാൽപ്പായസം എന്ന് പറഞ്ഞാൽ അരിയല്ലേ, ഇത് സേമിയ പായസം കേട്ടോ. അങ്ങനെ അതും കൂടെ കഴിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ പെരുമ്പാമ്പ് ഇര വിഴുങ്ങിയത് പോലെയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരത്തേക്ക് അനങ്ങാനൊന്നും പറ്റൂല, ഇങ്ങനെ കിടക്കും, മത്ത് പിടിച്ച് ഇങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മളൊരു കുഞ്ഞി കേക്ക് മേടിച്ചായിരുന്നു, അതെല്ലാവരും കൂടെ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു, എല്ലാവർക്കും ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചതിന് ശേഷം ഞാനും പാപ്പുനും കൂടെ ഒരു കുഞ്ഞ് റീലൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പതിയെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പം എന്തുകൊണ്ടും ഇന്നത്തെ ദിവസം നല്ലതായിരുന്നു. അപ്പം അനിയത്തിക്ക് ഹാപ്പി ബർത്ത്ഡേ, ഇനിയും ഒരുപാട് വർഷം പിറന്നാൾ ആഘോഷിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ.